പാല് ഞാൻ കഴിക്കും. അമ്മ പറഞ്ഞ് ഒരു പഞ്ചാബി കുട്ടി ഗുരുദ്വാര ഗുരുദ്വാരല്ല, ഗുർമീന്ദർ. നല്ല അതൊക്കെ പഴയൊരു ഇതാണ്. ഇത് ഞാൻ പിടിച്ചോളാം. ആ ആപ്പിൾ വേണം. ആപ്പിള് വേണ്ട, ഞാൻ കഴിക്കാം. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഫിറ്റായിരുന്നൊരു ദിവസമായിരുന്നു പത്മേനെ കാണുന്നത്. ഞാനല്ല ഇവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് സമ്മതിച്ചു പോയതാ. അല്ല, സമ്മതിച്ചു പോയെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഞാൻ തന്നെയാ പറഞ്ഞ കല്യാണം കഴിക്കാന്ന്. പക്ഷെ പിന്നീട് എനിക്കിത് ഇപ്പൊ വേണമെങ്കിൽ പത്മയ്ക്ക് രക്ഷപ്പെടാം. കാരണം നമ്മൾ തമ്മിലൊന്നും നടന്നിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ല, അത് നിങ്ങൾക്ക് ഒരു 2 ദിവസം മുമ്പ് പറഞ്ഞൂടേനോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊന്ന് കഴിച്ചില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞാല് നിങ്ങളിനെയാണ് ഫോൺ വിളിച്ചതുമില്ല. ഫോണൊക്കെ വിളിക്കുകയാണെങ്കിൽ അപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയേനു. ഫോൺ ചെയ്യനു എനിക്ക് നേരിട്ട് എന്തായാലും പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ 2 അടിച്ചതിന്റെ ധരിപ്പിലാ പറയുന്നത്. കിടന്നോളൂ. നിങ്ങൾ അറ്റത്താണോ കിടക്കുക, അരൂലാണോ കിടക്കുക? ഞാൻ അങ്ങനെയൊന്നുമില്ല. കിടക്കൽ കിടക്കുന്നല്ലാണ്ട് ചിലപ്പോ ഒരണ്ടപ്പുറത്തേക്ക് പോവും, അപ്പുറത്തേക്ക് വരും. ഞാൻ അരൂലാ കിടക്കല്, ചുമരേർക്ക് ചാരി. ആ കിടന്നോ, അങ്ങനെ കിടന്നോ. അരൂലേക്ക് കുടിക്കട്ടെ. ഓ, മതിയോ? താങ്ക്സ്. കിടന്നോളൂ. ഈ പാലിന്റെ മീശ ഇവിടെ തുടച്ചോളി. താങ്ക് യു. പതുപ്പ് തന്നെ എടുക്കട്ടെ. ഞാൻ അല്ലല്ല, ഞാൻ ടോളാം. താങ്ക്സ്. ഇതിലെന്തെങ്കിലും വേണോ? മുന്തിരി. കിടന്നു. ലൈറ്റ് നിങ്ങൾ ഓഫ് ആക്കും. ഞാൻ ഓഫ് ചെയ്തോളാം. ഗുഡ് നൈറ്റ്. ഭഗവതി, നമ്മൾ ഇന്നലെ കണ്ട സിനിമയല്ലേ ദേവാസുരം? അതിൽ മോഹൻലാലിന്റെ പേര് പോലത്തെ ഒരു വലിയൊരു പേര്, അതിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. മംഗലശ്ശേരി നീലകണ്ഠൻ, പൂവള്ളി ഇന്ദുചൂടൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ പേരിന്റെ കൂടെ സ്ഥലപ്പേരൊക്കെ കൂട്ടിയിട്ട്. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെ അനക്കെന്റെ നാടിന്റെ പേരം കിട്ടൂടായിരുന്നോ? എന്ത് വട്ടൂളി പത്മജാന്നോ? അടുത്തുള്ള സ്റ്റോപ്പിന്റെ പേരിടാന്ന് വെച്ചാൽ ചെറ്റക്കട. പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളോ ലുട്ടാപ്പിമുക്ക്, മൂർക്കംകുണ്ട്, ചളിക്കോട്. അതിനും വേദം വെറും പത്മജന്നെ. പത്മജ രവി. കൊള്ളാം. ഈ കല്യാണം എന്ന് പറഞ്ഞുണ്ടല്ലോ, പ്രകൃതി വിരുദ്ധമായിട്ടുള്ളൊരു ഏർപ്പാടാ. എന്നിട്ട് ഈ 2 കിട്ടിയല്ലോ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ആധികാരികമായിട്ട് പറയുന്നത്. ഇപ്പോൾ ആണുങ്ങളെ ഘടന എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത. മുമ്പൊക്കെ ഒറ്റ പൊത്തു പറ്റൂലല്ലോ. വേറെ വേറെ ശരീരങ്ങളെ ചൂടുമാണോ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കണോ? എടാ, പണ്ട് നമ്മളെ വിലാസിനേരത്തിന്റെ ഭർത്താവ് എന്റെ കുണ്ടിക്ക് കുത്തിയ സ്ക്രൂ ഡ്രൈവറിന്റെ ബാക്കി കഷ്ണം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കില്ല. അത് ഓർക്കുമ്പോൾ എന്റെ കുണ്ടിനുള്ള വേദന മോളോട് കയറി പൊളയ്ക്കുക. ആ ശുദ്ധനായര് കുത്തിയൊരു കുത്ത്. അയ്യോ, എൻ്റെ ഏട്ടൻ അവിടെ ഞാൻ കണ്ടിങ്ങനെ കണ്ട്. അന്റെ വീട്ടിലേക്ക് പോ. ഇവരെന്തിനാ ഈ വൈക്ക് വരുന്നേ? മെയിൻ റോഡ് ബ്ലോക്ക് അല്ലടോ. ആണ്. എനക്ക് ഈ പാവത്തിനെ കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ വയ്യല്ലേ? ഞാൻ നാളെ പോവാച്ചിട്ടാ അല്ലേ? നിങ്ങൾ പോയി വന്ന്. രവിയേട്ടാ, ഞാൻ ഗർഭിണിയായിട്ടോ. എന്തിന്? നീ ഇപ്പോഴാടാ എന്റെ മോനായത്. എടാ കള്ള, ഈ ഓളായിട്ടൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം
രവേട്ട, ഇതിനെ പറ്റി സംസാരിക്കണ്ടേ? സംസാരിക്കണോ? വേണം. കിടന്നോ അവൻ്റെ കൂടെ? കിടന്നു. സംസാരിക്കണം നമുക്ക്. ഹലോ. Doc on video call. I never expected. ഒരു ലോക്കൽ കമേഴ്സ്യൽ സിനിമയിലെ ഡയലോഗ് പറയട്ടെ. പറയൂ. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. Doctor, don't mind if I ask. Doctor കുടിച്ചിട്ടുണ്ടോ? പിന്നെ നല്ലോണം കുടിച്ചിട്ടുണ്ട്. ഇടയിൽ കുടിക്കണ്ടേ? ഡു യു ഡ്രിങ്ക്? No. വൈ? അതറിയില്ല. കുടിക്കില്ല. ഒട്ടും കുടിക്കില്ല? ഇല്ല. ക്രിസ്മസിനൊക്കെ ഇടയ്ക്ക് വൈൻ? ഇല്ല. So, you are romantic now. Thinking about a boyfriend? ഇന്ന് പസിലില്ലേ? ഇന്നിനി പസിൽ എന്തിനാ? You're already romantic and you're over your addiction. Today, we will talk about romance in a marriage. Okay. Okay. How's your boyfriend? Is he handsome? അത്ര ഹാൻഡ്സം ഒന്നുമല്ല, but he's okay. Okay, boyfriend മതിയാവും. He kisses you? No. You have not been kissed? ഇതുവരെ? No. What a shame. Can I go? Don't trust people. Sorry. അത് വിട്. I like your dress. അതെന്ത്? Is it a top? Blouse? Hey, don't adjust. Don't. Down it. Maria. Down it. Don't. Hello? Doctor, you're the only person I trusted in this world. I never expected this from you. No, I was just joking. Maria. എനിക്കിനി ജീവിക്കണ്ട. Please. I feel like committing suicide. Hey, എന്താ? I will commit suicide. Don't call me again. Oh shit.
have a problem. എന്റെ പൊന്നളിയെ അവളുടെ വീട്ടിൽ പോയി കാല് പിടിച്ചിട്ടാണെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്ക്. അവളെങ്ങാനും കയറി തുങ്ങിയ നിന്റെ ചെയ്താൽ ഡബ്ല്യു. എനിക്ക് അവളുടെ വീടറിയില്ല. എടാ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അവളുടെ ലാസ്റ്റ് ഫോൺ കോൾ നീയുമായിട്ടായിരുന്നു. ജയിലിടിഞ്ഞ് വീണാലും വെളി വരില്ല. ഗോ ഡു സംതിങ്. എന്താ പറ്റിയേ? ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയില്ലേ, ഏത്? ഒരു സ്കൂൾ കുട്ടി, യൂണിഫോം കേട്ട് വരുന്നത്. ആ ആ അവളെന്ത് ചോദിക്കാൻ വീഡിയോ കോള് വിളിച്ചു. എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ മോശമായിട്ട് പറഞ്ഞു. ഓള് ആത്മഹത്യ എന്നൊക്കെയാ പറയണേ. അയ്യോ, എനിക്ക് ആ കുട്ടിയുടെ വീടും അറിയില്ല. ഓളെന്ന് വിളിച്ചു നോക്കട്ടെ. ഓള് വിളിച്ചിട്ട് എടുക്കില്ല. ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. നമ്പർ ഒന്ന് തരി. ഇത് 98460 98460 555 555 44. പേരെന്തേനു? മേരി. അല്ല മരിയ. ആ ആ. ഹലോ മെരിയ, ഞാൻ രവി ഡോക്ടർ ഭാര്യയാണേ. പത്മജ. ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ് ഇമ്മടുത്ത ട്രീറ്റ്മെന്റ് ഒന്നും പെൺകുട്ടികളെടുത്ത് ശരിയാവില്ല എന്ന്. ഓല അങ്ങനെയല്ലല്ലോ എടുക്കുക. അല്ലല്ല, എന്റെ ഒപ്പം ഇരുന്നിട്ടാണ് ഡോക്ടർ നിങ്ങളെ വിളിച്ചേ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്നിട്ടാ. ഡോക്ടർക്ക് ആകെ വിഷമയക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാന്ന്.